മുനമ്പം വഖഫ് കേസിൽ നിർണായക വഴിത്തിരിവ്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് പരാതിക്കാരിയുടെ കുടുംബം. നിലപാട് മാറ്റിയത് സിദ്ദിഖ് സേട്ടിൻ്റെ മകളുടെ മക്കൾ. വിവരങ്ങളുമായി AK ലതീഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ലതീഷ്, നിർണായകമായ വഴിത്തിരിവാണ് ഈ കേസിലുണ്ടായിരിക്കുന്നത്. പരാതിക്കാരിൽ ഒരാൾ നിലപാട് മാറ്റുന്നു. അജിംഷാദ്, പരാതിക്കാരിയായ സിദ്ദിഖ് സേട്ടിൻ്റെ മകളുടെ മക്കളാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിലപാട് മാറ്റിയത്. കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ ഇന്നലെ മുതൽ ഈ കേസിൻ്റെ വാദം തുടരുകയാണ്. ഫാറൂഖ് കോളേജ് മാനേജ്മെൻറ്റാണ് സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് ട്രൈബ്യൂണലിന് മുമ്പാകെ അപ്പീലുമായി എത്തിയത്. ഫാറൂഖ് കോളേജിൻ്റെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഭൂമി തങ്ങൾക്ക് ദാനമായി ലഭിച്ചതാണ്, അത് ക്രയവിക്രയം നടത്താനുള്ള അധികാരം തങ്ങൾക്കുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് വഖഫ് ഭൂമി അല്ല എന്ന വാദമാണ് ഫാറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് ഉന്നയിക്കുന്നത്. ആ വാദം തീർപ്പാക്കി കിട്ടുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ വഖഫ് ഭൂമിയല്ല മുനമ്പത്തേതെന്ന് തീരുമാനമാക്കുന്നതിന് വേണ്ടിയാണ് അവർ ട്രൈബ്യൂണലിനെ സമീപിച്ചത്. എന്നാൽ ഇതേ ആവശ്യം, അതായത് ഭൂമി വഖഫാണ്, അത് തിരിച്ചു പിടിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വഖഫ് ബോർഡിൽ ഹർജി നൽകിയ സുബൈദയുടെ മക്കളാണിപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നത്. അത് കേസിന് ഏത് തരത്തിൽ ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിൽ മാത്രമാകും നമുക്ക് മനസ്സിലാവുക. കാരണം സിദ്ദിഖ് സേട്ടിൻ്റെ മറ്റു മക്കളെല്ലാം തന്നെ ഇപ്പോഴും ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ഇന്ന് നിലവിൽ കേസിൽ ട്രൈബ്യൂണൽ മുമ്പാകെയുള്ള വാദം ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് അവരുടെ അഭിഭാഷകൻ എന്താണ് പറയുന്നത്? പറവൂർ സബ് കോടതിയുടെ വിധിയുടെ കോൺസിക്വൻസ് എന്താണെന്ന് മാത്രമാണ് ഇത് പരിശോധിച്ചത്. അത് പറവൂർ കോടതി വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് എത്രത്തോളം ബാധകമാണ് എന്നുള്ള ഇഷ്യൂ മാത്രമാണ് ഇന്ന് പരിഗണിച്ചത്. അതിൻ്റെ മുകളിൽ പിന്നെ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോയിട്ടുണ്ട്. അപ്പീലിൻ്റെ കാര്യങ്ങൾ നാളെ പരിഗണിക്കും. സബ് കോടതിയാണ്. പിന്നെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇത് വഖഫാണെന്നൊരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടെന്ന കാര്യം ഈ വഖഫ് ബോർഡിന്റെ അഭിഭാഷകൻ എടുത്ത് പറഞ്ഞിട്ട്, പക്ഷേ ആ ഡോക്യുമെന്റ് അവർ അവിടുന്ന് പറവൂർ കോടതിയിൽ പകർത്തിയെടുത്തിയൊന്നും പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. അത് കോടതിയിൽ ഹാജരാക്കും, പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉത്തരവിൽ പരാമർശിക്കുന്നില്ല. അങ്ങനെ ഒരു ഉത്തരവ് അവർ കൈ ഉണ്ട്, സർട്ടിഫിക്കറ്റ് കോപ്പി അവർ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് അവർ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ കണ്ടിട്ടില്ല, ക്ലാരിറ്റി വരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, ബാക്കി നാളേക്കാണ് ഹൈക്കോടതിൻ്റെ ഇതിനുള്ള ജഡ്ജ്മെൻറ്റിൻ്റെ ഇഫക്റ്റ് നോക്കും. അല്ല, അവരും വഖഫല്ലെന്നാണ് അവരും വാദിക്കുന്നത്. ഇത് വഖഫ് അല്ല അവർ വന്ന് ഗിഫ്റ്റാണ്. അല്ല, ഗിഫ്റ്റ് അവർ പറഞ്ഞില്ല. ഇത് വഖഫ് ഡീഡല്ല എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. വഖഫ് അല്ല എന്ന് മാത്രമേ പറയുള്ളൂ. അല്ല, 2-3 പേർക്ക് ഒന്നിച്ച ഒരു വക്കീലാണ് ഹാജരാകുന്നത്. അല്ല, അതെങ്ങനെയാണെന്നുള്ളത് അതിലേക്ക് എത്തിയിട്ടില്ല. അത് പക്ഷേ ട്രൈബ്യൂണൽ നോക്കേണ്ട ആവശ്യമില്ല. ട്രൈബ്യൂണൽ ഇത് വഖഫാണോ അല്ലെന്ന് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. അത് ബാക്കിയൊക്കെ ഈ വെള്ളത്തിൽ മൂടിപ്പെട്ട സ്ഥലമായതുകൊണ്ട് ഭൂമി സർവേ ചെയ്ത ശേഷം കണ്ട ഒട്ടാകെ ഭൂമിയാണ് പിന്നീട് കേസ് ചേർത്തിരിക്കുന്നത്. അല്ല, ആ ഡിസ്പ്യൂട്ടാണ് പറവൂർ കോടതി തീരുമാനിച്ചത്. പക്ഷേ ഭൂമി ഇപ്പോൾ അത്രയുണ്ടോ, അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവാം, പിന്നെ റീക്ലെയിം ചെയ്ത ലാൻഡ് ഉണ്ടാവാം. അതൊക്കെ പറയാൻ പറ്റില്ല. അല്ല, വഖഫ് അല്ലെങ്കിൽ സെയിലാവാലോ. വഖഫ് അല്ലെങ്കിൽ പിന്നെ ഫറൂഖ് കോളേജ് വിറ്റിന് യാതൊരു തടസ്സമില്ലല്ലോ, നിയമ തടസ്സമില്ലല്ലോ. ഓക്കെ, ഏതിന് അത് കുടിയെടുപ്പുകാരൻ അത് നമ്മൾ സമ്മതിച്ചുകൊണ്ടാണ് അന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. അവർ പക്ഷെ അന്ന് ആ കേസ് കൊടുക്കുന്ന കാലത്ത് കുടിയെടുപ്പുകാർക്ക് സംരക്ഷണം ഉണ്ടായിരുന്നില്ല. ലാൻഡ് റിഫോംസ് ആക്ട് അന്ന് ബാധകമായിരുന്നില്ല. പിന്നീടാണ് അവർക്ക് പട്ടയം കൊടുക്കാൻ പിന്നെ നിയമം പാസ്സായത്. കൊടുത്തെന്ന് പറയുന്നു, അത് ഞാൻ കണ്ടിട്ടില്ല. അവരുടെ കയ്യിൽ ആ ഡോക്യുമെൻ്റ് ഉണ്ടെന്ന് പറയുന്നു. അവർ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ. ഫറൂഖ് കോളേജിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മായനാണിപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അവർ പറയുന്നത് ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും വഖഫ് ഭൂമിയാണ് എന്ന് ഫാറൂഖ് കോളേജ് പറഞ്ഞിട്ടില്ല എന്നാണ്. അതായത് ഇന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ വഖഫ് ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വാദം പറവൂർ സബ് കോടതിയിൽ തന്നെ ഇത് വഖഫ് ഭൂമിയാണ് എന്നൊരു വാദം ഇവർ ഉന്നയിച്ചിരുന്നു. അതിന് തെളിവുണ്ട് എന്നടക്കമുള്ള വിവരങ്ങളാണ്
വഖഫ് ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ അതിനുള്ള രേഖകൾ ഹാജരാക്കുമെന്ന് വഖഫ് ബോർഡിൻ്റെ അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞ ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് നാളെ ട്രൈബ്യൂണലിന് മുമ്പാകെ വാദം നടക്കുമെന്നാണ് ഇപ്പോൾ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത്. അജിം ഷാദ്.